സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടിക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? അതിലൊന്ന്, നമ്മുടെ തലയിലെ മുടി കംപ്ലീറ്റ് ആയിട്ട് കൊഴിഞ്ഞു പോകും. സിഗരറ്റിലെ നിക്കോട്ടിനും മറ്റ് കെമിക്കൽസും നമ്മുടെ സെൽസിനെ ഡാമേജ് ആക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിനെ ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പ്രോപ്പർ ബ്ലഡ് ഫ്ലോ അവിടെ സംഭവിക്കാതെ വരികയും നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിനും ഗ്രോത്തിനും ആവശ്യമായ ന്യൂട്രിയൻസും ഓക്സിജനും ബ്ലഡിലൂടെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്ക് എത്താതെ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഹെയർ ഫോൾ ഉണ്ടാവും. ഇതിന്റെ നിരന്തര ഉപയോഗം നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ഡാമേജ് ആക്കും. അതായത് ഒരു പ്രിമച്വർ ഹെയർ ലോസിലേക്ക് കൊണ്ടെത്തിക്കും. അതായത് 45ാമത്തെ വയസ്സിൽ കൊഴിയാനുള്ള മുടി നമുക്ക് 25 വയസ്സിലെ കൊഴി കഷണ്ടിയാവും. കൂടാതെ ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ പോലുള്ള ഹെയർ ലോസ് കണ്ടീഷൻസ് ഉണ്ടാവും. അതായത് നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ സ്മോക്ക് ചെയ്യുന്നവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കാലക്രമേണ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. ഇനിയിപ്പോ ഉള്ള മുടിയാണെങ്കിൽ തന്നെ ഭയങ്കര തിന്നായിരിക്കും. ഇതിപ്പോ റിവേഴ്സ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം തന്നെ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക. എന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക. അതിനായിട്ട് ഡെയിലി എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ സ്കാൽപ്പ് ഡെയിലി മസാജ് ചെയ്യുക. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്റർണൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വൈറ്റമിൻ, പ്രോട്ടീൻ, ബയോട്ടിൻ, ഒമേഗ ഇതൊക്കെ അടങ്ങിയ ഫുഡ് ധാരാളം കൺസ്യൂം ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സപ്ലിമെന്റ്സ് കൺസ്യൂം ചെയ്യാവുന്നതാണ്, അതും നല്ലത് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ പോലുള്ള ഒരു സിവിയർ കണ്ടീഷനിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ അവർ പറഞ്ഞിരുന്നതാണ്. ഇതുപോലുള്ള ഹെയർ കെയർ അപ്ഡേറ്റ്സിന് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. കൂടാതെ ഹെയർ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും.